ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ പാതയിൽ അടിയുറച്ച് മുന്നേറുന്ന സജ്ജനങ്ങളിൽ, അത് മുഖേന സ്വർഗീയ സൗഭാഗ്യത്തിന് അവകാശം അർഹത സിദ്ധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ 6 കാര്യങ്ങൾ ഒരൊറ്റ വചനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യങ്ങളെയാണ് ഈമാൻ കാര്യങ്ങൾ എന്ന നിലക്ക് മതപഠനം ആരംഭിക്കുന്ന നമ്മുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയും നമ്മൾ പഠിച്ച് വളർന്നു വന്നത്. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേതായി നമ്മളെല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുന്നതും വിശ്വസിക്കേണ്ടതുമായ കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈമാൻ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൊടുത്ത മറുപടിയിൽ കാണാം, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം പൂർത്തിയാകുവാൻ ഈമാനികമായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ടുന്ന പരമപ്രധാനമായ കാര്യങ്ങൾ അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വ മലായികതിഹി, അവന്റെ മലക്കുകളിലും, വ കുതുബിഹി, അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും, വ റുസുലിഹി, അല്ലാഹു നിയോഗിച്ചയച്ചിട്ടുള്ള ദൂതന്മാരിലും, വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറിലും വിശ്വസിക്കണം. അഥവാ കണക്കാക്കിയിട്ടുണ്ട് അല്ലാഹു എല്ലാം, ഖൈറും ശർറും അല്ലാഹു കണക്കാക്കിയതേ അതേ സംഭവിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കണം എന്ന് പരമപ്രധാനമായി 6ാമത്തെ കാര്യമായി കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം.
സാധാരണഗതിയിൽ നമ്മൾ സഹോദരങ്ങളെ ഖദാ ഖദറിലുള്ള വിശ്വാസം എന്നിങ്ങനെ പറയാറുണ്ടെങ്കിലും എന്താണ് ഈ ഖദർ? ഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹ് കണക്കാക്കി അല്ലെങ്കിൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഹുവ ഇൽമുൽ അശ്യാ ഖബ്ല കൗനിഹാ വകിതാബതുഹു ലഹാ ഖബ്ല ബർഇഹാ. ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ മുമ്പ്, ഏതൊരു കാര്യങ്ങളാവട്ടെ അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെക്കുറിച്ച് അള്ളാഹു അറിയും. ഇവിടെ ലോകത്ത് ഏതൊരു കാര്യം സംഭവിക്കട്ടെ അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവ് അള്ളാഹുവിന്റെ അടുക്കലുണ്ടെന്നും വകിതാബതുഹു ലഹാ ഖബ്ല ബർഇഹാ, അവയെ സൃഷ്ടിച്ചുണ്ടാക്കുന്നതിന്റെ മുമ്പ് അവയെ അവൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതാണ് കൃത്യമായി അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ടെൻഷനുകളില്ലാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി സന്തോഷവും സമാധാനവും നമ്മുടെ മനസ്സുകളിൽ ഏതവസരങ്ങളിലും നിലനിന്ന് കിട്ടുവാൻ, നിരാശ ബാധിക്കാതിരിക്കുവാൻ, നിരാശയുടെ അപകടത്തിന്റെ കുഴികളിലേക്ക് നാം വീണുപോകാതിരിക്കാൻ എല്ലാം നമ്മുടെ ഈമാനികമായ ഈ തലത്തിലുള്ള ദൃഢത എത്രത്തോളം ദൃഢമാണോ അത്രത്തോളം നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ജീവിതമെന്നാൽ പരീക്ഷണമാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങൾ വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചു, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. അംബിയായിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വനബ്ലൂക്കും, നിങ്ങളെ നാം പരീക്ഷിക്കും. അല്ലാഹു അറിയിക്കുകയാണ്, നാം നിങ്ങളെ പരീക്ഷിക്കും. ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷർറ് നൽകിയിട്ടും ഖൈർ നൽകിയിട്ടും, അഥവാ ആപത്തുകളിലൂടെ അതുപോലെ തന്നെ നല്ല നന്മകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ ഫിത്ന, അതൊരു ഫിത്നയും ഒരു പരീക്ഷണവും തന്നെയാണ്. വഇലൈനാ തുർജഊൻ, നമ്മുടെ അടുക്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അംബിയാ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു, ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറ. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിനും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാത്തിനും കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു അറിയാതെ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല. അല്ലാഹുവിന്റെ തീരുമാനമേ ലോകത്ത് നടക്കുന്നുള്ളൂ. അത് സംഭവിച്ചു കഴിഞ്ഞിട്ടൊന്നല്ല അല്ലാഹു അറിയുന്നത്, എല്ലാം അവൻ അറിയാം. എല്ലാം അവന്റെ അടുക്കൽ ഒരു രേഖയിൽ രേഖപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളെ ലോകത്ത് സംഭവിക്കുന്നുള്ളൂ. ഇത് മനുഷ്യൻ കൃത്യമായി വിശ്വസിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ 22-23 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ആ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെ അല്ലാഹു നിശ്ചയിച്ചതിന്റെ കാരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വമാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ് മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ, ഒരു മുസീബത്തും ബാധിക്കുന്നില്ല, ഒരാപത്തും ബാധിക്കുന്നില്ല, ഫിൽ അർളി, ഭൂമിയിലും, വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ദേഹങ്ങളിലും തന്നെ, നിങ്ങളുടെ ശരീരങ്ങളിലാവട്ടെ, ഇനി ഭൂമിയിലാവട്ടെ, യാതൊരു നിലക്കുള്ള മുസീബത്തുകളും ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബ്, അതൊക്കെ ഒരു രേഖയിൽ മുമ്പേ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അവയെ സംഭവിപ്പിക്കുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ അതിനെ നാം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അത് കൃത്യമായി തന്നെ ഒരു രേഖാ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്ത ഒന്നും തന്നെ ഇവിടെ ലോകത്ത് ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല. ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലും നിങ്ങളുടെ ബോഡിയിലും ശരീരത്തിലും നിങ്ങൾക്ക് ബാധിക്കുന്നത് എന്തും ഒക്കെ കൃത്യമായി നേരത്തെയുള്ള തീരുമാനമാണ്. അങ്ങനെയൊക്കെ കഴിയോ അല്ലാഹുക്ക് എല്ലാം അങ്ങനെ നടക്കുന്നതിന് മുമ്പ് അറിയാനും അതൊക്കെ അന്നേ രേഖപ്പെടുത്താനും ഒക്കെ അല്ലാഹുക്ക് കഴിയോ? ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതൊക്കെ വളരെ എളുപ്പമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ്.
എന്നിട്ട് എന്തിനാണ് അള്ളാഹു ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്തിനാണ് അള്ളാഹു നമുക്കിങ്ങനെ ഈ കാര്യം അറിയിച്ചു തരുന്നത്? ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് കിട്ടാതെ പാഴായി പോയതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. ലികൈലാ തഅസൗ, നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. അലാ മാ ഫാതകും, നിങ്ങൾക്ക് ലഭിക്കാതെ പാഴായി പോയതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനാണ്. അതൊക്കെ അള്ളാഹ് തീരുമാനിച്ചതാണ്. ഞാൻ അതിന് ബേജാറായിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ റബ്ബിന്റെ തീരുമാനമേ നടക്കൂ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാതെ പാഴായിപ്പോയോ അതിന്റെ പേരിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കാലം കഴിച്ചു കൂട്ടാതിരിക്കാൻ. ലികൈലാ തഅസൗ അലാ മാ ഫാതകും. തീർന്നില്ല. വലാ തഫറഹൂ ബിമാ ആതാകും, നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദം കൊള്ളാതിരിക്കാനും. വലാ തഫറഹൂ ബിമാ ആതാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിന്റെ പേരിൽ വല്ലാതെ ആഹ്ലാദിക്കാതിരിക്കാനും ഈ വിശ്വാസം ശരിക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയേയില്ല കുല്ല മുഖ്താലിൻ ഫഖൂർ, എല്ലാ വഞ്ചകന്മാർ അതിരുകവിയുന്ന ആളുകളെയും ആ നിലക്ക് പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നവനല്ല. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ നമുക്ക് ആ സന്ദേശം പകർന്നിരുന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ ദുഃഖം വരാറെപ്പോഴാണ്? മനുഷ്യൻ വല്ലാതെ നിരാശപ്പെടുന്നത് എപ്പോഴാണ്? ആപത്തുകൾ ബാധിക്കുമ്പോ, പ്രയാസങ്ങൾ ബാധിക്കുമ്പോ, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിനെ സങ്കടം പിടികൂടുകയാണ്. ആ സമയത്ത് ഞാൻ എന്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ട വചനം ഇതാണ്: റബ്ബ് തീരുമാനിച്ചത് നടക്കും. റബ്ബ് തീരുമാനിച്ചത് നടക്കൂ. എനിക്കതിൽ യാതൊരു രൂപത്തിലുള്ള ഒന്നും എന്റേതായ രൂപത്തിലുള്ള തീരുമാനമല്ല, അള്ളാഹുവിന്റെ തീരുമാനമേ നടക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് വല്ല ആപത്തുകളും ശാരീരികമായോ ഏതെങ്കിലും നിലക്കുള്ള ആപത്തുകളും പ്രയാസങ്ങളും വരുമ്പോ, അല്ലെങ്കിൽ നാം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ സങ്കടപ്പെടരുത്. അള്ളാഹുവിന്റെ തീരുമാനം നടന്നു, ഞാനതിൽ തൃപ്തിപ്പെടുന്നു. അതേ അവസരത്തിൽ ആ ചിന്തയില്ലാത്തവരെന്ത് ചെയ്യും? നിരാശപ്പെടും. നിരാശപ്പെടൽ കുഫറിന്റെ സ്വഭാവമാണ്. നിരാശ അല്ലാഹുവിനെ കുറിച്ചുള്ള ആശ മുറിയ. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകൾ മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശ മുറിയുകയുള്ളൂ. അവൻ നേരെ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടും. എന്തിനു ജീവിക്കണം? അവനെല്ലാം അങ്ങോട്ട് തകർത്ത് കളയും. അതേ അവസരത്തിൽ മുഅ്മിൻ അങ്ങനെയല്ല, അവൻ ക്ഷമിക്കും. ഇനി രണ്ടാമത് പറഞ്ഞതോ വലാ തഫറഹൂ ബിമാ ആതാകും, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനുമാണ് റബ്ബി തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു ഹൈറ് കിട്ടിയാൽ ഞാൻ അങ്ങനെ വിചാരിക്കേണ്, കണ്ടില്ലേ എനിക്ക് ആ ഹൈറൊക്കെ കിട്ടിയതെങ്ങനെ? എന്റെ കഴിവാ, എന്റെ ബുദ്ധിയാ, എന്റെ തന്റേടമാണ്, എന്റെ വിവേകപൂർണമായ ഇടപെടലുകളാണ്, എന്റെ സാമർഥ്യമാണതൊക്കെ എന്നും പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് റബ്ബിനെ മറക്കുന്ന ഒരു ശൈലി നിനക്ക് വേണ്ട. അതും അല്ലാഹ് നിനക്ക് തീരുമാനിച്ച സംഗതിയാണ്. അതിനെക്കുറിച്ച് അമിതമായി ആഹ്ലാദിച്ച് നടക്കരുത്. അതേ അവസരത്തിൽ ഒരാൾക്കൊരു നന്മണ്ടായ സന്തോഷം ആഹ്ലാദവും തോന്നൂലേ? തെറ്റാണോ? തെറ്റല്ല. പക്ഷേ ആഹ്ലാദം അഹങ്കാരത്തിലേക്ക് വഴിമാറരുത്. ആഹ്ലാദം അഹങ്കാരത്തിലേക്ക് വഴിമാറരുത്. അതേപോലെ ഒരാൾക്കൊരു തിന്മ ബാധിച്ച അയാൾ സങ്കടപ്പെടൂലേ? അയാൾക്ക് വിഷമുണ്ടാവൂലേ? ഉണ്ടാകും. അത് തെറ്റാണോ? അല്ല. എന്നാൽ ആ സങ്കടവും ആ ദുഃഖവും നിരാശയിലേക്ക് വഴിമാറരുത്. അവിടെയാണ് ഇസ്ലാം ഖദാ ഖദറിലുള്ള വിശ്വാസത്തെ നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കാൻ പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സത്യവിശ്വാസികൾക്ക് ഇതിന് കഴിയൂ. മോമിനീങ്ങൾക്കുള്ള ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ എന്ത് ബാധിച്ചാലും അവനത് നന്മയാക്കി മാറ്റിയെടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ إن صابته سراء شكر فكان خيرا له وإن صابته ضراء صبر فكان خيرا له رواه مسلم رحمه الله. عجبا لأمر المؤمن, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറയാം. മുഅ്മിനീങ്ങളുടെ കാര്യം ആലോചിച്ചാൽ ഭയങ്കര സന്തോഷത്തിന് വകണ്ട്.
വല്ലാത്ത പുതുമയുള്ള കാര്യമാണ് മോമിനീങ്ങളുടെ സ്വഭാവം. അതെന്താ? ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ. അവൻ എന്ത് കാര്യം ബാധിച്ചാലും അവന്റെ ഏത് കാര്യത്തെയും അവൻ നന്മയാക്കി മാറ്റിയെടുക്കാൻ അവന് കഴിയും. ഒരു മോമിൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. എന്ത് ബാധിച്ചാലും അതൊക്കെ എനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള എന്റെ സാമർഥ്യം, എന്റെ കഴിവ് ഈമാനികമായി വളർത്തിയെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ എങ്ങനെയാണ് മുഅ്മിന് തൊട്ടതൊക്കെ പൊന്നാക്കൽ? എങ്ങനെയാണ് മുഅ്മിൻ? അവന് ബാധിക്കുന്നതൊക്കെ അവൻ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ അവൻ പരിശ്രമിക്കൽ ഏതിലൂടെയാണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പറയുന്നത്, വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇത് മുഅ്മിനീങ്ങൾക്കല്ലാതെ കഴിയൂല കേട്ടോ, മുഅ്മിനീങ്ങൾക്കല്ലാതെ ഇത് കഴിയൂലേ. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി. ഒരു മുഅ്മിനിനെ കൊണ്ടല്ലാതെ ഇതിന് പറ്റില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന സാബത്തുഹു. ഒരു മുഅ്മിൻ എന്ത് ചെയ്യും? ഇന്ന സാബത്തുഹു സറാഉ. അവന് സന്തോഷകരമായ വല്ല കാര്യങ്ങളുമാണ് ബാധിച്ചതെങ്കിൽ അഹങ്കരിക്കാതെ ശകറ, അത് നൽകിയ കേന്ദ്രമായ റബ്ബിനെ കുറിച്ച് അവൻ ഓർക്കും. ആ റബ്ബിൽ നിന്നാണ് കിട്ടിയതെന്ന വിനയം അവന്റെ മനസ്സിൽ വരും. ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലല്ലാതെ റബ്ബ് തന്ന നിഅമത്ത് അവൻ ഉപയോഗപ്പെടുത്തുകയില്ല. മറിച്ച് ആ റബ്ബ് തനിക്ക് എന്ത് നിഅമത്ത് തന്നാലും അത് നൽകിയ റബ്ബിനോട് ശുക്രോടുകൂടി അവൻ ജീവിക്കുന്നു. വളരെ നന്ദി കാണിക്കും. കിബിറുണ്ടാവില്ല. എത്ര അവന് കിട്ടിയാലും കിബിറുണ്ടാവില്ല. കിട്ടുന്തോറും അവന് വിനയം ഇങ്ങനെ കൂടി വരും. കാരണം എന്താ? അള്ള തന്നതാണ്. അതും എനിക്കൊരു പരീക്ഷണമാണ്. ഞാൻ ഇതിൽ പരാജയപ്പെടാൻ പാടില്ല, ഞാൻ അഹങ്കരിക്കാൻ പാടില്ല. എന്റെ റബ്ബാ എനിക്ക് തന്നത്. ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വളരെ വിനീതനാവണം. അള്ള സമ്പത്ത് തന്നാൽ, ആരോഗ്യം തന്നാൽ, ഐശ്വര്യങ്ങൾ തന്നാൽ, മാനസിക സുഖം തന്നാൽ, ഒഴിവുവേള തന്നാൽ, മറ്റുള്ള മക്കളെ തന്നാൽ, അതുപോലെയുള്ള പലതും തന്നാൽ അഹങ്കരിക്കാതെ അള്ളാ നീ തന്നതല്ലേ, നീ എന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ പരാജയപ്പെടാൻ പാടില്ല, നിന്നോട് നന്ദി കാണിക്കണമല്ലോ. ജീവിതത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കും, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും, സൽസ്വഭാവിയായി മാറും, വിനയം കൂടും, അഹങ്കാരം കൈവടിയും. മുഅ്മിനിനെ അത് സാധിക്കുകയുള്ളൂ. ആലോചിക്കണം, നമ്മൾ ഏത് പട്ടികയിൽ പെടുന്നു. കുറച്ച് നിഅമത്ത് കിട്ടുമ്പോഴേക്ക് അള്ളാനങ്ങട്ട് മറക്കുകയാണ് നമ്മൾ. എന്നാൽ മുഅ്മിൻ അങ്ങനെയല്ല. മുഅ്മിൻ അള്ളാനെ മറക്കൂല, അള്ളാനെ കൂടുതൽ ഓർക്കും. അതാണ് ഈ നസാബത്തുഹു സറാഉ ശകറ. അവന് സന്തോഷകരമായ കാര്യങ്ങൾ കിട്ടിയാൽ, ബാധിച്ചാൽ അവൻ നന്ദിയുള്ളവനാകും. ഫകാന ഖൈറൻ ലഹു. അപ്പോൾ ആ കാര്യത്തെ അവന് അനുകൂലമാക്കി മാറ്റി, അവനത് ഖൈറായി മാറി. ഇനി നേരെ എതിരാണെങ്കിലോ വൈന സാബത്തുഹു ദറാഉ. മുഅ്മിനായ മനുഷ്യന് വല്ല ആപത്തുകളും ബുദ്ധിമുട്ടുകളും പിടികൂടിയാലോ, എന്തിന് റബ്ബേ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്ന നിരാശയുടെ ഒരു വാക്കുപോലും റബ്ബിനോട് പറയൂല. റബ്ബേ നീ എന്നെ എന്തേ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്, നീ എന്നെ അവഗണിച്ചു കളഞ്ഞല്ലോ എന്നവൻ പരിതപിക്കുകയില്ല. മറിച്ചവൻ ക്ഷമിക്കുന്നു, സഹിക്കുന്നു. എന്റെ റബ്ബ് ഇതിപ്പോ എനിക്ക് ഹൈറായത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെ വിധിച്ചത്. അത് ഏത് ആപത്തായാലും, ശാരീരികമായ വിഷമങ്ങളായാലും, മാനസികമായ ദുഃഖങ്ങളായാലും, സാമ്പത്തികവും അതുപോലെ തന്നെ മറ്റുള്ള രൂപത്തിലുള്ള ഏത് നിലക്കുള്ള പ്രതിസന്ധികളിൽ പെട്ടുപോയാലും അവൻ മനസ്സിനെ പഠിപ്പിക്കുകയാണ്, എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്, ഞാൻ നിരാശപ്പെടാൻ പാടില്ല, ഞാൻ ഒരുപാട് രൂപത്തിലുള്ള നന്ദികളാണ് ഇനിയും കാണിക്കേണ്ടത്. അങ്ങനെ അവൻ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ഫകാന ഖൈറൻ ലഹു. അതവന് നന്മയായി മാറുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നേരെ മറിച്ച് ഒരു മുഅ്മിനെ ഇത് കഴിയുള്ളൂ. മുഅ്മിൻ അല്ലാത്തവൻ ഇടയ്ക്കിടെ അവന്റെ മനസ്സിന് എന്താ വരിക? ആപത്തും ബുദ്ധിമുട്ടൊക്കെ ബാധിച്ചാൽ അവന് ടെൻഷൻ ഇങ്ങനെ കൂടിയിട്ട് അവൻ പലതും പറയാൻ തുടങ്ങും. സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി, വസ്തഈൻ ബില്ലാഹ്. വിശ്വാസികളോട് നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്, വസ്തഈൻ ബില്ലാഹി വലാ തഅജസ് ഫഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ ഫഅൽതു കദാ വകദാ വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വസ്തഈൻ ബില്ലാഹ്. അല്ലാഹുവോട് സഹായം ചോദിച്ചോ. എപ്പോഴും നിന്നെ ആത്യന്തികമായി സഹായിക്കാൻ അല്ലാഹുവിനെ കഴിയും. അഭൗതികമായ മാർഗത്തിൽ ഒരു കാരണങ്ങളുമില്ലാതെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി നിന്നെ സഹായിക്കാൻ കഴിവുള്ളവരൊറ്റ ശക്തിയേയുള്ളൂ, അത് അല്ലാഹുവാണ്. വസ്തഈൻ ബില്ലാഹ്. നീ അവനോട് സഹായം തേടിക്കോ. വലാ തഅജസ്.
നീ ഒരിക്കലും അശക്തനാവരുത്. ഇതുകൊണ്ട് കഴിയില്ല, ഇനി എന്തിനു ഞാൻ ജീവിക്കുന്നു. നീ കുഴഞ്ഞു പോകരുത്, നീ അശക്തനാവരുത്, ദുർബലനാകരുത്. അല്ലാഹുവിൽ നിന്റെ വിശ്വാസം മുറുകെ പിടിച്ച് അവനോട് തേടിക്കൊണ്ടിരിക്കണം. എന്നിട്ടോ നിനക്ക് വല്ല ആപത്തും ബാധിച്ചാൽ തന്നെ ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത് ലൗ ഫഅൽതു കദാ വകദാ, ഞാൻ ഇപ്രകാരവും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് വരില്ലായിരുന്നല്ലോ എന്ന് നീ പറയരുത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യം ആഗ്രഹിച്ചതിന് കിട്ടിയില്ല, ആഗ്രഹിക്കാത്തിടത്തേക്കാണ് സംഭവങ്ങളുടെ പര്യവസാനം എത്തിപ്പെട്ടതെങ്കിൽ ഒന്നിച്ചും കൂട്ടായിട്ടൊക്കെ പറയും, പക്ഷേ നമ്മൾ അങ്ങനെ അന്ന് ചെയ്തെങ്കിൽ ഇങ്ങനെ വരൂലായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, എന്നാ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കൂലായിരുന്നു എന്നിങ്ങനെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ലൗ ഫഅൽതു കദാ വകദാ എന്നിങ്ങനെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ അങ്ങനെ പറയരുത്. പിന്നെന്താ വേണ്ടത്? വലാകിൻ ഖുൽ, നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്കണം, നീ പറഞ്ഞോളണം ഖദ്ദറല്ലാഹ്, അല്ലാഹു കണക്കാക്കി, അല്ലാഹു തീരുമാനിച്ചു, വമാ ശാഅ ഫഅല, അല്ലാഹു വിധിച്ചതെന്തോ, അവൻ ഉദ്ദേശിച്ചതെന്തോ അതവൻ ചെയ്തു. എനിക്ക് റോളൊന്നുമില്ല, എനിക്കതിൽ റോളൊന്നുമില്ല, അതെന്റെ നാഥന്റെ തീരുമാനമാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിനെ പഠിപ്പിക്കാം. അതേ അവസരത്തിൽ സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യം മറന്നുപോകരുത്. എല്ലാം വിധിച്ചതേ നടക്കൂ എന്ന് വിചാരിച്ച് നിഷ്ക്രിയനായിരിക്കാൻ ഖളാ ഖദറിലുള്ള വിശ്വാസത്തെ കുറ്റം പറയരുതാരും. എല്ലാം വിധിച്ചതേ വരൂ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതേ വരൂ. പിന്നെ ഞാനെന്തിനാ, പിന്നിപ്പോ ഞാനെന്ത് അധ്വാനിച്ചിട്ടെന്താ, പിന്നെ ഞാനെന്ത് അമൽ ചെയ്തിട്ടെന്താ, എനിക്കല്ല പണ്ടേ തീരുമാനിച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വരും, എന്നാ പിന്നെ മിണ്ടാതിരിക്കുക. അങ്ങനെ പാടുണ്ടോ? പാടില്ല. ഇസ്ലാം എന്താ പറയുന്നത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് എന്താ തീരുമാനിച്ചത് നിങ്ങൾക്കറിയോ? അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി ചെയ്തു കൊള്ളണം. സംഗതി അള്ളാഹ് തീരുമാനിച്ചോടത്ത് തന്നെ നിങ്ങൾ എന്ത് പാടുപെട്ടാലും എത്തുകയുള്ളൂ. പക്ഷെ എന്താ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അമൽ ചെയ്തോളണം. ദുന്യാവിന് വേണ്ടി അമൽ ചെയ്യണം, ആഖിറത്തിന് വേണ്ടിയും അമൽ ചെയ്യണം. റിസ്ഖൊക്കെ അള്ളാഹ് കണക്കാക്കിയതാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാവോ? പാടില്ല. അള്ളാഹ് പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. സൂറത്തുൽ മുൽക്കിലെ 15-ാമത്തെ ആയത്ത്. അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ അഥവാ അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ സൗകര്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് യാത്ര ചെയ്യാനും കൃഷി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ. ഫംശൂ ഫീ മനാകിബിഹാ, ആ ഭൂതലങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളണം, നിങ്ങൾ നടന്നോളൂ. വകുലൂ മിർ റിസ്ഖിഹി, അവൻ നിശ്ചയിച്ച റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യണേ. വഇലൈഹിൻ നുശൂർ, അവങ്കിലേക്കാണ് മടക്കപ്പെടുന്നത്. അത് അമൽ ചെയ്യാൻ അധ്വാനിക്കണം, ജോലി ചെയ്യണം, എന്നാലേ കാശുണ്ടാവുള്ളൂ, റിസ്ക് കിട്ടുള്ളൂ. രോഗം വന്നാലോ അള്ളാഹ് കണക്കാക്കിയതുപോലെ വരും, ചികിത്സിക്കണ്ടാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ അലൈനാ ജുനാഹുൻ അൻ നതദാവാ, ഞങ്ങൾ ചികിത്സിക്കുന്നത് തെറ്റാവോ? അള്ളാന്റെ ഈ തീരുമാനത്തിന്, നമ്മളെ ഈ വിശ്വാസത്തിന് എതിരാവോ നമ്മൾ ചികിത്സിക്കുന്നത്? അള്ളാഹ് തീരുമാനിച്ചതല്ലേ, ഇത് തൃപ്തിപ്പെട്ടവിടെ ഇരിക്കണ്ടേ? അതല്ലേ വേണ്ടത്. നമ്മൾ വെറുതെ ടെൻഷനായിട്ട് ഡോക്ടറെ അടുത്തും ആശുപത്രിയിലേക്കൊക്കെ ഓടണോ? അതിന്റെ ചികിത്സാ രീതി കാണണോ? തെറ്റാവോ? ആ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ ചികിത്സിക്കുവീൻ. ഫഇന്നല്ലാഹ സുബ്ഹാനഹു, നിശ്ചയം അല്ലാഹു തആല ലം യദഅ, ഒരു രോഗത്തെയും അല്ലാഹ് നിശ്ചയിച്ചിട്ടില്ല. ഇല്ലാ വദഅ മഅഹു ശിഫാ, അതിന്റെ കൂടെ ശമനവും നിശ്ചയിച്ചിട്ടല്ലാതെ, അല്ലാഹ് ശമനം നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു രോഗവും ഇല്ല. ഇല്ലൽ ഹറം, വാർദ്ധക്യം ഒഴികെ. അതിന് മരുന്നില്ല. വാർദ്ധക്യത്തിന് ചികിത്സിച്ചിട്ട് കാര്യമൊന്നുമില്ല, വേറെ എല്ലാത്തിനും മരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും മരുന്നില്ലാത്ത രോഗമാണ്. മരുന്നില്ലാത്ത രോഗമല്ല, മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രം. എന്ത് രോഗമുണ്ടോ അതിനൊക്കെ ഔഷധമുണ്ട്. പക്ഷെ അത് അറിഞ്ഞോ അറിയാത്ത ചില കാലത്ത് ചില മരുന്ന് കണ്ടുപിടിക്കൂല, കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ മരുന്നില്ലാത്ത രോഗം എന്ന് പറയാവുന്നത് ഇങ്ങനെ വാർദ്ധക്യാണ്. മറ്റുള്ളതിനൊക്കെ അള്ളാഹു നിശ്ചയം, അവന് ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇത് ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അത് ആവശ്യമാണ്. അള്ളാന്റെ തീരുമാനമല്ലേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങനെ മിണ്ടാതിരിക്കല്ല. ഇതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ഇതിലൊക്കെ നമ്മൾ ഉഷാറാണ്. ഇതിലൊക്കെ നമ്മൾ ഖളാ ഖദറൊന്നും പറഞ്ഞിരിക്കാറില്ല.
ഈ രണ്ട് കാര്യത്തിലും ഇരിക്കാറില്ല. റിസ്ക്കിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഖളാ ഖദറല്ലേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാറില്ല. ജോലിക്ക് പോകും, ഓവർ ടൈമിന് പോകും, കാറ്റും വെളിച്ചവും മഴയും തണുപ്പൊന്നും നമുക്ക് പ്രശ്നമാവാറില്ല. ഓട്ടിയെടുത്ത് ഓടും നമ്മൾ. എന്താ? റിസ്ക് കിട്ടാൻ. അവിടെ നമ്മൾ ഖളാ ഖദറൊന്നും കുറ്റം പറയില്ല. രോഗം വന്നാൽ നമ്മൾ ഖളാ ഖദറൊന്നും കുറ്റം പറയാറില്ല. നമ്മൾ വേഗം പോയിട്ട് എന്ത് ചെയ്യും? ചികിത്സിക്കും. ഡോക്ടർ ഓടാൻ പറഞ്ഞ ഓടും. സുബൈക്ക് അല്ലാഹു ഹയ്യ അലൽ സ്വലാ എന്ന് പറഞ്ഞാൽ വരാത്തവൻ പോലും ഡോക്ടർ ഓടണമെന്ന് പറഞ്ഞാൽ അവൻ ഓടും. രാവിലെ നീറ്റ് ഓടും. അള്ളാന്റെ പള്ളിയിലേക്ക് ഓടാതെ നടന്നതാണ്. അടുത്ത ഫ്ലാറ്റിൽ ഉറങ്ങുന്നുണ്ട്, വരൂല. പടച്ചോൻ വിളിച്ചു പറഞ്ഞു, അള്ളാന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞു, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറങ്ങരുതേ, ഉറങ്ങരുത് മക്കളെ, ഉറങ്ങരുത്. ഏത് അനുകൂല കാലാവസ്ഥയാണെങ്കിലും കിടന്നുറങ്ങല്ലേ. ഏറ്റവും നിങ്ങൾക്ക് ഉത്തമം നിസ്കാര ഈ വിജയത്തിലേക്ക് വരൂ, അതാണ് നിങ്ങളുടെ ശാശ്വതമായ ശാന്തി എന്ന് വിളിച്ചു പറയുമ്പോ പുതപ്പൊന്നും കൂടെ മൂടിയിട്ടിട്ട് ഉറങ്ങിയവൻ ഒരു ബ്ലഡ് ചെക്കപ്പിന് കൊടുത്തപ്പോ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, സൂക്ഷിക്കണം, അടിച്ചു പോകാനുള്ള സാധ്യത വളരെ അടുത്തുണ്ട്, ഓടണം, രാവിലെ നീറ്റിട്ട് വളയണം, വ്യായാമം ചെയ്യണം, അത് പോണം ഇത് പോണം എന്നൊക്കെ പറഞ്ഞപ്പോ അക്ഷരം പ്രതി അനുസരിച്ച് ഡോക്ടറെ അടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ ചെന്നു അതൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. നമ്മളൊരു ശുഷ്കാന്തി എത്രയാണ് റിസ്കിന്റെ കാര്യത്തിലും ആഫിയത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ. പക്ഷേ നമുക്കൊരു ഇരട്ടത്താപ്പ് നയണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ അള്ളാഹിനോട് റിസ്ക് ചോദിക്കും പോലെ, അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കും പോലെ രണ്ട് സുജൂദിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. വഹ്ദിനി അല്ലാഹുമ്മ ഗ്ഫിർലി വഹ്ദിനി വആഫിനി വർസുഖ്നി വഹ്ദിനി എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നേർവഴിയിൽ എന്നെ ചേർക്കണേ. ആ കാര്യം എത്തുമ്പോ മാത്രം നമ്മൾ പറയും അതൊക്കെ ഇപ്പൊ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, അവരായത്തോതിന് വരെ അധികം തോന്നുന്നു, ഞാൻ ഒന്നും നിൽക്കില്ല. അതൊക്കെ തീരുമാനം പോലെയൊക്കെ നടത്തും. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. അതൊക്കെ ഇപ്പൊ എന്തായിരുന്നാലും എങ്ങനെയാണോ ഉള്ളത് അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. ഞാൻ കൂടുതൽ പോയി പഠിച്ചിട്ടും കേട്ടിട്ടോ ഇബാദത്തെടുത്തിട്ടും വലിയ കാര്യമില്ല. 4 മാസത്തിൽ അല്ലെങ്കിൽ അള്ളാഹു മാതാവിന്റെ ഗർഭാശയത്തൊന്ന് റൂഹൂദിയപ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ സ്വർഗത്തിൽ കാണോ നരകത്തിൽ കാണോ, അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അതേ മനുഷ്യൻ ആലോചിക്കണ്ടേ, ആ റൂഹൂദിയപ്പോ തന്നെ നിന്റെ റിസ്ക്കും തീരുമാനിച്ചിട്ടില്ലേ, നിന്റെ ആയുസ്സും തീരുമാനിച്ചിട്ടില്ലേ, നിന്റെ ആരോഗ്യവും തീരുമാനിച്ചിട്ടില്ലേ, പിന്നെന്തിനായി കടന്നോടുന്നത്? അപ്പൊ ഈഹിദിനി അള്ളാഹുവെ നേർവഴിയിൽ ചേർക്കണേ എന്ന് പറഞ്ഞ് മാത്രം മതിയാക്കുന്നു നമ്മൾ. ആ കാര്യത്തിൽ മാത്രം അത് കിട്ടാനുള്ള വഴി അന്വേഷിക്കുന്നില്ല. പഠിക്കാൻ പോകാൻ പറഞ്ഞ ബിസിയാണ്, കേൾക്കാൻ പോകാൻ പറഞ്ഞ ബിസിയാണ്, പഠിക്കുക, അമല് ചെയ്യ്, കൃത്യമായ അമലുകൾ വർദ്ധിപ്പിക്കൂ, ബിസിയാണ്, എനിക്ക് ഒഴിവില്ല. ഇത് ഇരട്ടത്താക്കുന്നതല്ലേ? നമ്മൾ രക്ഷപ്പെടുവോ? അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കാൻ പാടില്ല. അള്ളാഹ് നിശ്ചയിച്ച സബബുകളെ, അള്ളാഹ് നിശ്ചയിച്ച കാരണങ്ങളെ നമ്മൾ സമീപിച്ചേ മതിയാകും. അല്ലെങ്കിൽ അത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെടാനും അള്ളാഹ് നിശ്ചയിച്ച കാരണങ്ങളെ സമീപിച്ചുകൊണ്ട് അധ്വാനിക്കാനും പ്രവർത്തിക്കാനും അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച അവന്റെ വിധിയിൽ എപ്പോഴും തൃപ്തിപ്പെട്ട് ജീവിക്കുവാനുമാണ് വിശ്വാസികൾ. ആ നിലക്കാണ് അവന്റെ ജീവിതത്തെ പരിശീലിപ്പിക്കേണ്ടത്. സർവശക്തനായ നാഥൻ ഈമാനിന് ഒരു നിലക്കുമുള്ള ന്യൂനതയും മേൽക്കാത്ത നിലക്ക് നമ്മുടെ വിശ്വാസങ്ങളെ കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിൽ എത്തിച്ചേരുന്ന നിലക്ക് നമ്മുടെ വിശ്വാസങ്ങളെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹിലും ഖദറിലുമുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിന് സമാധാനം നൽകുകയാണ്. അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയുകയാണ്. മനസ്സിന് വല്ലാത്തൊരാശ്വാസം പകരുകയാണ്. മനസ്സിന്റെ ടെൻഷനുകളിൽ നിന്ന് മോചനം നേടുകയാണ്. എന്തിന് ഞാൻ ദുഃഖിക്കണം, എന്തിന് ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അള്ളാഹു നിനക്ക് ഓഹരി വെച്ച് തന്നതെന്തോ, അള്ളാഹ് നിനക്ക് വീതിച്ച് നൽകിയതെന്തോ അതിൽ നീ തൃപ്തിപ്പെട്ടാൽ തകുൻ അഗ്നന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനായി. ഈ ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനാകുന്നത് എപ്പോഴാണ്? അള്ളാഹ് നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുമ്പോഴാണ്. കിട്ടിയത് കൊണ്ടുള്ളൊരു സംതൃപ്തിയാണ് ഏറ്റവും വലിയ ധന്യത സഹോദരന്മാരെ. അല്ലാത്തവൻ എത്ര കിട്ടിയാലും ആർത്തി തീരൂല. കിട്ടാത്തതിന്റെ പേരിൽ ടെൻഷനാണ്, കിട്ടിയതോനെ ഓർക്കുകയും ചെയ്യൂല. മൂമിൻ കിട്ടിയതിൽ വല്ലാത്ത സംതൃപ്തിയാണ്. അതൊക്കെ മതി.
എനിക്കതൊക്കെ തന്നെ ഉണ്ട്. അല്ലാഹ് എനിക്ക് നീ അത്രയെങ്കിലും തന്നല്ലോ. വല്ലാത്തൊരു മനസ്സിനൊരു ആശ്വാസം, ഒരു തൃപ്തി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആപത്തുകൾ ബാധിക്കുമ്പോ മനസ്സിനെ പഠിപ്പിക്കണം. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ ഫഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സൂറത്ത് തൗബയിലെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, എന്താപത്ത് ബാധിച്ചാലും ഖുൽ, ആപത്ത് ബാധിച്ചിട്ട് വിഷമം സഹിക്കുമ്പോൾ മനുഷ്യനെ പഠിപ്പിക്കാൻ വരും. ഖുൽ, പ്രവാചകരെ പറയൂ, ലൻ യുസീബനാ, ഞങ്ങളെ ബാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബിമാർക്കും ചില ഘട്ടങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോ അതെടുത്തു പറഞ്ഞ് സന്തോഷിച്ച കാഫിറുകളോട്, നിഷേധികളോട് മറുപടി കൊടുക്കുകയാണ്. ഖുൽ, നബിയെ പറയേ, ലൻ യുസീബനാ, ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, ബാധിക്കില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് ഞങ്ങൾക്ക് എന്താണോ നിശ്ചയിച്ചത് അതേ ഞങ്ങൾക്ക് വരുള്ളൂ, അതേ ഞങ്ങൾക്ക് വരുള്ളൂ, അതേ വന്നിട്ടുള്ളൂ. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവനാണ് ഞങ്ങളുടെ മൗല, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് അല്ലാഹുവിന്റെ മേൽ മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കട്ടെ. അപ്പൊ മുഅ്മിനീങ്ങൾ എന്തോ അല്ലാഹുവിലാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവന് കരുത്ത് കിട്ടുന്നത്. അതാ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പറയുന്ന ദിക്റുകളിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തടയുന്നത് കൊടുക്കുന്നവരില്ല, നീ കൊടുക്കാൻ വിചാരിച്ചത് തടയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ 107-ാമത്തെ ആയത്തിൽ ആശയം പഠിപ്പിക്കുകയാണ്. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. വളരെ കൃത്യമായിട്ട് റബ്ബ് പഠിപ്പിക്കാണ്, അള്ളാഹു നിനക്കൊരാപത്ത് ബാധിപ്പിക്കാൻ വിചാരിച്ചാൽ അതിനെ നീക്കം ചെയ്യാൻ അള്ളയല്ലാതെ ഇല്ല. അവൻ നിനക്കൊരു ഖൈർ ഉദ്ദേശിച്ചാൽ ആ ഫളിനെ തടുക്കുന്ന ഒരാളുമില്ല. അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കേണ്ടത് കൊടുക്കുന്നു, ബാധിപ്പിക്കേണ്ടത് ബാധിപ്പിക്കുന്നു. വഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇത് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. പിന്നെപ്പോഴാ ടെൻഷൻ നേരം, പിന്നെപ്പോഴാ ടെൻഷന് നേരം. അതുകൊണ്ട് മാനസികമായി എന്ത് പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോഴും ഈ വചനം ഓർക്കുക, അല്ലാഹ് നിന്റെ തീരുമാനം, നീയാണ് തടയുന്നവൻ, നീയാണ് കൊടുക്കുന്നവൻ. നീ തരാൻ വിചാരിച്ചത് ഒരാൾക്കും തടുക്കാൻ കഴിയില്ല. നീ തരാൻ വിചാരിച്ചിട്ടില്ലേ, ആർക്കും എനിക്ക് വാങ്ങിത്തരാൻ കഴിയില്ല. അവനിൽ നീ ഏൽപ്പിക്കുക, അവനിൽ ഏൽപ്പിക്കുക, അവൻ ഉദ്ദേശിക്കുന്നതേ നടക്കൂ. സമാധാനമായി മനസ്സിന് ആ നിലക്ക് കൃത്യമായി ഈമാനികമായ ഈ ദാർഢ്യതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു നിലക്കും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ റബ്ബല്ലാത്തവരിൽ നിന്ന് ഉപദ്രവങ്ങൾ കിട്ടാനും ഉപകാരം കിട്ടാനും വേണ്ടി അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഏറ്റവും ഗുരുതരമായ പാപത്തിലേക്ക് പോകാതെ അല്ലാഹ് ഖദറിലുള്ള വിശ്വാസവും മനുഷ്യന്റെ തൗഹീദിനെ ദൃഢീകരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും റബ്ബ് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.